ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 11ാമത്തെ ചാപ്റ്ററാണ് വ്യക്തിയും സമൂഹവും. ഒന്നാമത്തെ ചോദ്യം: ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. ഇതാരുടെ വാക്കുകളാണ്? ബൊഗാർട്സ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. ഇതാരുടെ വാക്കുകളാണ്? ബൊഗാർട്സ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നു. ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നു. ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം. സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് സമുദായം, സമാജം. സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് സമുദായം, സമാജം. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഇതാരുടെ വാക്കുകളാണ്? ഓക്ബേൺ. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ആരുടെ വാക്കുകളാണ്? ഓക്ബേൺ. സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്കു വഹിക്കുന്നതാര്? കുടുംബം. സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാരാണ്? കുടുംബം. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തോട് ചേർന്ന് കാട്ടിൽ വേട്ടയാടാൻ പോയവർ ചെന്നായകൾക്കൊപ്പം കണ്ടെത്തിയ മനുഷ്യക്കുഞ്ഞ്? വിക്ടർ. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തോട് ചേർന്ന് കാട്ടിൽ വേട്ടയാടാൻ പോയവർ ചെന്നായകൾക്കൊപ്പം കണ്ടെത്തിയ മനുഷ്യക്കുഞ്ഞാണ് വിക്ടർ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഒറ്റ സമൂഹമാക്കുന്നതിനും സഹായിക്കുന്നത് മാധ്യമങ്ങൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഒറ്റ സമൂഹമാക്കുന്നതിനും സഹായിക്കുന്നത് ആരാണ്? മാധ്യമങ്ങൾ. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. ഇതാരുടെ വാക്കുകളാണ്? ഗ്രീൻ. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. ഇതാരുടെ വാക്കുകളാണ്? ഗ്രീൻ. 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ പെൺകുട്ടികളാണ് കമല, അമല. 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ പെൺകുട്ടികളാണ് കമല, അമല. ഇനി പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. സമാജങ്ങൾക്ക് ഉദാഹരണമാണ് റെസിഡൻസ് അസോസിയേഷനുകൾ, വിദ്യാർത്ഥി സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ. സമാജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് റെസിഡൻസ് അസോസിയേഷനുകൾ, വിദ്യാർത്ഥി സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്ന് പറഞ്ഞത് ബൊഗാർട്സ് ആണ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നു. ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? ഓക്ബേൺ. സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബം. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തോട് ചേർന്ന് കാട്ടിൽ വേട്ടയാടാൻ പോയവർ ചെന്നായകൾക്കൊപ്പം കണ്ടെത്തിയ മനുഷ്യക്കുഞ്ഞാണ് വിക്ടർ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഒറ്റ സമൂഹമാക്കുന്നതിനും സഹായിക്കുന്നത് മാധ്യമങ്ങൾ. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. ഇത് ആരുടെ വാക്കുകളാണ്? ഗ്രീൻ. 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ പെൺകുട്ടികളാണ് കമല, അമല. പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടം സമാജം. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയ സാമൂഹീകരണം. സമാജങ്ങൾക്ക് ഉദാഹരണമാണ് റെസിഡൻസ് അസോസിയേഷനുകൾ, വിദ്യാർത്ഥി സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.